അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം റമദാൻ 17 അതിനുള്ള മഹത്വവും അതിനുള്ള പ്രാധാന്യവും ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് വിവരിക്കുന്നില്ല. അതൊന്നും പറഞ്ഞു തരാൻ ഞാനൊരു പണ്ഡിതയല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നോ മദ്രസയിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒക്കെ ആയിട്ടും അതിനുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടാവും. അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് മുമ്പിലോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റട്ടെ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത്, നമുക്ക് നമ്മളോട് ഒരിഷ്ടമുണ്ടോ? സ്വന്തത്തിനോട് നമുക്ക് താല്പര്യമുണ്ടോ? സ്വന്തത്തിന് നമ്മൾ ഇഷ്ടപ്പെടാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുള്ളത്? നാം നമ്മളെ ഇഷ്ടപ്പെടുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ചെറിയൊരു അവതരണം നമുക്ക് ഇന്നിവിടെ നടത്താം ഇൻഷാ അല്ലാഹ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ മക്കൾ, അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ജീവിതം അങ്ങോട്ട് കളയുന്നത്, അല്ലെ? അപ്പൊ നാം ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഹസ്ബൻഡിനോ വേണ്ടിയിട്ടാവുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ജീവൻ തന്നെ ത്യജിച്ചുകൊണ്ട് നമ്മൾ മുമ്പിലോട്ടേക്ക് പോകുന്ന സമയത്ത്, നാം വിചാരിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്ന് കിട്ടാത്ത സമയത്ത് നമ്മൾ സങ്കടത്തിലും പ്രയാസത്തിലും ആവുന്നുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറയുന്നില്ല, ഒരു നന്ദി വാക്ക് പറയുന്നില്ല, ഒരു മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരികയും നമ്മൾ അത് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായി നമ്മൾ ആകെ തന്നെ നമ്മൾ ഒരു തളർന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നാം നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങാം. നാം നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുന്ന സമയത്ത് പുറത്തു നിന്നുള്ള, അത് നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നാമുമായി കണക്ട് ചെയ്യപ്പെട്ട ഏത് വ്യക്തികളിൽ നിന്നും നമുക്കൊരു പരിഗണനയോ ഒരു താല്പര്യമോ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമോ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവില്ല, നമ്മൾ സെൽഫ് ലവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് ഈ സെൽഫ് ലവിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് സത്യത്തിൽ ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്? സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നാം നമ്മളെ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ നീങ്ങുകയുള്ളൂ എന്നുള്ള ഒരു അഹങ്കാരമല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് ഇഷ്ടമുണ്ട്. എന്നെ എൻ്റെ റബ്ബ് സുബ്ഹാനഹു തആല പഠിച്ചിട്ട് അയച്ചിരിക്കുന്നത് എന്തൊക്കെയോ കർത്തവ്യങ്ങളും ചുമതലകളും ഏൽപ്പിച്ചിട്ടാണ്. ഞാൻ ആ കർത്തവ്യങ്ങളും ചുമതലയും ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഉത്തമ ബോധ്യവും അതോടൊപ്പം തന്നെ നമ്മളിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതം ഹോമിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള എന്തേലും പ്രതികരണമോ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യമോ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സങ്കടത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മളോടുള്ള ആ ഒരു സ്നേഹം നാം തന്നെ നമ്മളോട് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. നാം സ്നേഹിക്കാത്തിടത്തോളം കാലം ചുറ്റുകളിൽ നിന്നുള്ള ആരും തന്നെ നമ്മളെ സ്നേഹിക്കുകയില്ല. അപ്പൊ നമ്മളായിരിക്കണം നമ്മളെ സ്നേഹിക്കേണ്ടത്. നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ചുറ്റുപാടുകളിൽ നിന്ന വ്യക്തികൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് തന്നെ നമ്മളെ വേണ്ട, പിന്നെ ആർക്കാ പിന്നെ നമ്മളെ വേണ്ടി വരിക? നമുക്കേ നമ്മളെ വേണ്ട എങ്കിൽ പിന്നെ ആർക്കാണ് നമ്മളെ ആവശ്യം വരിക? അപ്പോ നമുക്ക് നമ്മളെ വേണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ നമുക്കൊരു വാല്യൂ കൊടുക്കുന്ന സമയത്ത്, നമ്മൾ നമുക്കൊരു വാല്യൂ നിശ്ചയിക്കുന്ന സമയത്ത് സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും നമുക്കൊരു വാല്യൂ നിശ്ചയിക്കും. നമ്മൾ നമുക്കൊരു വാല്യൂ ഇട്ടിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള ആരും നമുക്കൊരു വാല്യൂ കൊടുക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നാം തന്നെ നമുക്കൊരു വാല്യൂ നിശ്ചയിക്കുക. നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു വാല്യൂ നിശ്ചയിക്കേണ്ടത്? എന്നെ ഇത്ര പൈസ തന്നാൽ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരും എന്നുള്ളതാണോ? അല്ല. നാം ചെയ്യുന്ന ഓരോ വർക്കുകളായിക്കോട്ടെ, എന്തെന്നായിക്കോട്ടെ, അതിനുള്ള നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ആത്മാർത്ഥതയിലേക്ക് കൊണ്ടുവരാം. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ആത്മാർത്ഥതയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിലേക്ക് ഇതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസ് നമ്മളുടെ വർദ്ധിച്ചു വരും. അതിലപ്പുറത്തേക്ക് അൽഹംദുലില്ലാഹ് ഇതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയതില് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റബ്ബിനെ സ്തുതിക്കാം, അല്ലെ? അങ്ങനെ ആ ഒരു കണക്ഷൻ ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഇലാഹിലേക്ക് അടുക്കാൻ വേണ്ടി.
അപ്പൊ ഇവിടെ ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കേൾവിയുള്ള വാക്കായിരിക്കും ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സെൽഫ് ലവ് കുറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുക? സെൽഫ് ലവ് കുറഞ്ഞ ഒരു വ്യക്തിക്ക് ചുറ്റുപാടുകളിൽ നിന്ന് എന്നും നെഗറ്റീവ് തന്നെയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. സെൽഫ് ലവ് കൂടിയ ഒരു വ്യക്തിക്കോ സമൂഹത്തിൽ നിന്ന് എന്നും പോസിറ്റീവ് തന്നെയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് സെൽഫ് ലവ് കുറഞ്ഞ ഒരു വ്യക്തിക്ക് എന്നും സമൂഹത്തിൽ നിന്നോ ബുദ്ധിമുട്ടും പ്രയാസവോ അല്ലെങ്കിൽ അങ്ങനെ സങ്കടം ഉണ്ടാക്കുന്ന അവസ്ഥയും, സെൽഫ് ലവ് കൂടിയ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരവും കിട്ടുന്നുള്ളത്? അപ്പൊ ഇവിടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒരു അംഗീകാരം കിട്ടാതിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, നമുക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നമ്മളോട് ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നാം നമ്മളുടെ വിജയത്തിന് വേണ്ടി പലതും ചെയ്യും. അങ്ങനെ നാം നമ്മുടെ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കിട്ടുന്ന സമയത്ത് അത് ഞാൻ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം മറ്റുള്ളവരെ ഇങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ വിലയിരുത്തും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളുടെ ആ ഒരു സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഉയർന്ന ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മളെ സ്വയം വളർത്താനും നമ്മളെ സ്വയം ഉണർത്താനും നമ്മളെ സ്വയം വളരെ ഡീപ്പ് വശത്തിലേക്ക് എത്തിപ്പിക്കാനുമുള്ള ഒരു ടൂളും കൂടിയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. എന്താണ് ടൂൾ എന്ന് പറയുന്നത്? എന്താണ് ടൂള്? അപ്പൊ നമ്മള് സ്വയം നമ്മളെ വളർത്താനുള്ള ആ ഒരു ടൂള് നമ്മൾ ഒരു ടൂളായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ, എനിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് എന്നെ ഇനി മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും, മറ്റുള്ളവർ എന്നെ എന്ത് കുറ്റപ്പെടുത്തിയാലും, മറ്റുള്ളവർ എന്നെ എങ്ങനെ മാറ്റി നിർത്തിയാലും, എനിക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഞാൻ മുമ്പിലോട്ടേക്ക് പോവാന്നുള്ളത്. കാരണം മറ്റുള്ളവർ പറഞ്ഞ വേദനിക്കുന്ന വാക്കുകളായിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, എന്തും ഞാൻ അതിനെ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഞാൻ അതിനെ എൻ്റെ അകത്തേക്ക് അങ്ങോട്ട് അത് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോ നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ അകത്തളത്തിലേക്ക് മറ്റുള്ളവർ പറഞ്ഞ കുറ്റപ്പെടുത്തലുകളെയും ഒറ്റപ്പെടുത്തലിനെയും മാറ്റി നിർത്തലിനെയും സങ്കടം ഉണ്ടാക്കിയ അവസ്ഥയെയും പ്രതിസന്ധി ഉണ്ടാക്കിയ അവസ്ഥയെയും ഒക്കെ നമ്മൾ നമ്മളിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആ നെഗറ്റീവായിരിക്കും ബാധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ ഒരു ഇഷ്ടം കൂട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മളോടുള്ള ഒരു വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനിരിക്കുന്നുള്ളത്, നമ്മൾ തന്നെ നമുക്കൊരു വാല്യൂ നിശ്ചയിക്കുകയും എൻ്റെ ഓരോ സമയത്തെയും ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതിനപ്പുറം, എനിക്ക് എന്നോട് ഇഷ്ടം കൂടിയാൽ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും എന്നോട് ഇങ്ങോട്ടേക്ക് ഇഷ്ടം വന്നുകൊണ്ടേയിരിക്കും. ഏതുപോലെ ഒരു മാഗ്നറ്റിലേക്ക് ഇരുമ്പ് അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് പോലെ, എനിക്ക് തന്നെ എന്നെ ഇഷ്ടമില്ല എങ്കിലോ സമൂഹത്തിൽ നിന്നുള്ള എല്ലാ പ്രയാസവും എല്ലാ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. വേസ്റ്റ് എന്ന കുഴിയിൽ കൊണ്ടുപോയിട്ടായിരിക്കും നമ്മൾ നിരന്തരം വേസ്റ്റ് ആട്ടിക്കൊണ്ടിരിക്കുക, അല്ലെ? അപ്പോൾ വേസ്റ്റ് എന്ന കുഴിയിലാണ് നമ്മൾ നിരന്തരം വേസ്റ്റ് ആട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു വേസ്റ്റ് കുഴിയാക്കി മാറ്റാതിരിക്കുക. നാം തന്നെ നമുക്കൊരു വാല്യൂ മൂല്യം കൽപ്പിച്ചുകൊണ്ട്, നമ്മളുടെ മൂല്യവത്തായ ആ ഒരു സമയത്തിനുള്ള പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ തന്നെ നമുക്കൊരു വാല്യൂ കൊടുക്കണം. നാം തന്നെ നമുക്കുണ്ടാക്കുന്ന ഒരു വാല്യൂയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സെൽഫ് ലവ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാം. എന്താണ് സത്യത്തിൽ ഈ ഒരു അഫർമേഷൻസ് എന്ന് പറയുന്നത്? അഫർമേഷൻസ് എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാം ഇത് ഒരു പുതിയ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന പുതിയ എന്തോ ഒരു സംഭവമാണ് എന്നുള്ളത്. ഒരിക്കലുമല്ല. അഫർമേഷൻസ് എന്ന് പറയുന്നത് ലോകാരംഭം മുതൽ തന്നെ ഉള്ള ഒരു സംഭവമാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മൾ എല്ലാ ദിവസവും നിസ്കാരത്തിൽ വജ്ജത്തു ഫാത്തിഹ ഓതുന്നുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ നിരന്തരം നമ്മൾ മുടക്കാതെ മിനിറ്റ്
നമ്മുടെ നിസ്കാരത്തിൽ ഈ ഫാത്തിഹ ഇതിങ്ങനെ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ മുടങ്ങാതെ നമ്മളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൈക്കോളജി രൂപകൽപ്പന ചെയ്യപ്പെട്ടപ്പോ സൈക്കോളജി വന്നപ്പോ വന്ന ഒരു സംഭവം അല്ല. ലോകാരംഭം മുതൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനു മുമ്പ് വന്നിരിക്കുന്ന എല്ലാ നബിമാരിലേക്കും അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേർഡ്സ്, റിപ്പീറ്റ് ആയി നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വേർഡ്സ് നമ്മളുടെ പിന്നെ മൈൻഡിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവത്തെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ബിഹേവിയറിലൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നാം ദൈനംദിന ജീവിതത്തിൽ എന്നും അഫർമേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാത്ത രീതിയിൽ നമുക്കൊരു വളർച്ച ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള ഒരു വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഒരു അഫർമേഷൻസ് നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പൊ ഈ ഒരു ജേണിയിലൂടെ വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു അഫർമേഷൻസിനെ നിങ്ങളുടെ ലൈഫിൽ പകർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഷാ അള്ളാഹ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഗ്രോത്ത് വർക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഒരു പോയിന്റ് കൂടി കൂടും, അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു അഫർമേഷൻസ് നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെയും കൂടി നിങ്ങൾ ഇങ്ങനെ ടിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അഫർമേഷൻസ് വേർഡ്സ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഗ്രൂപ്പിൽ പിന്നെ അയച്ചു തരാം. അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും പിന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ഗ്രോത്ത് വർക്കിൽ നിങ്ങളുടെ മാർക്ക് വിവരങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഓക്കെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊന്നും സംശയങ്ങളൊന്നും ചോദിക്കാനില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം. എല്ലാവരും വരിക, കൂടെ നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ കൂട്ടിക്കൊണ്ട് വരിക. നമ്മുടെ ഈ ഒരു പിന്നെ സൂം ആയിട്ടും തികയാത്ത അത്രയും ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ കയറുന്നില്ല എന്നുള്ളതാണല്ലേ പ്രശ്നം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും മാക്സിമം കയറാൻ വേണ്ടി നോക്കുക. റെക്കോർഡ് കേൾക്കുന്നവരൊക്കെ ലൈവിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.